Good afternoon, everyone. So today we will be continuing to do the resume writing, which we had stopped with. നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Okay, so from there we will continue. I hope all of you have tried to fill in the work experience in the sections and into the template like I had given you last time. Okay. So this time we will continue from where we had stopped. I'll share the slides. So next നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിന്റെ അവിടെ തൊട്ടാണ്. ഓക്കെ. Okay, so I hope you can see the screen. And here we have the education background in the details written down. Okay. Education background അല്ലെങ്കിൽ education qualifications എന്ന heading ആണ് next കൊടുക്കേണ്ടത്. So for those people who have no work experience will automatically start with education qualifications. അപ്പം വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റുഡൻസ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ല വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. നൗ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിന്റെ അവിടെ വരുമ്പോൾ നമുക്ക് എഴുതേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും നെയിം ഓഫ് ദ കോഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യും. സോ നെയിം ഓഫ് ദ കോഴ്സ് ഷുഡ് ബി മെൻഷൻ. പിന്നെ വന്നിട്ട് നമുക്ക് നമ്മളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ഇഫ് ഇറ്റ് ഇസ് MG University, you will write MG University. If it's Calicut University, you will write Calicut University. If it's the Kerala State Government in the board ആണെന്നുണ്ടെങ്കിൽ that you can mention Central Board of Secondary Education ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ കോളേജിന്റെ പേര് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് അല്ലെങ്കിൽ സ്കൂളിന്റെ പേര്. ഓക്കെ. സോ ദാറ്റ് ഇസ് വാട്ട് വി വിൽ മെൻഷൻ ഇൻ ദ തേർഡ് ലൈൻ. വിത്ത് കോമ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷനും കൂടെ മെൻഷൻ ചെയ്യണം. ഡിസ്ട്രിക്ട് മെൻഷൻ ചെയ്താലും മതി. ഓക്കെ. പിന്നെ സ്കോർ എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, ഇത് കൊടുക്കണം എന്നില്ല. ഓൺലി ഫോർ ദോസ് പീപ്പിൾ ഹു ഹാവ് ഗോട്ട് എക്സെപ്ഷണലി ഗുഡ് സ്കോർസ് ആൻഡ് ഇഫ് യു വാണ്ട് ടു മെൻഷൻ ഓൺലി യു മെൻഷൻ. സ്കോർ മെൻഷൻ ചെയ്യാറില്ല സാധാരണ അതർവൈസ്. ഓക്കെ. പിന്നെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത് നമ്മളുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ പാസ് ഔട്ട് ഇയർ മെൻഷൻ ചെയ്യാം. പാസ് ഔട്ട് ഇയർ മെൻഷൻ ചെയ്താലും മതി. സോ ഇപ്പം 12th സ്റ്റാൻഡേർഡ് ഇപ്പോൾ സപ്പോസ് യു ഹാവ് പാസ്ഡ് ഔട്ട് യുവർ 12th സ്റ്റാൻഡേർഡ് in the year 2020 in June. So you can write June 2020. ഓക്കെ. അപ്പൊ പാസ് ഔട്ട് ഇയർ മെൻഷൻ ചെയ്ത് പോയാലും മതി. അത് സ്കൂൾ ആയാലും കോളേജ് ആയാലും ഏതായാലും. ഓക്കെ. അപ്പൊ നമുക്ക് 12th തൊട്ട് എഴുതിയാൽ മതി, 10th എഴുതണം എന്ന് നിർബന്ധമില്ല. ഓക്കെ. സോ വെൻ യു റൈറ്റ് അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ആണ് ഫോളോ ചെയ്യേണ്ടത്.
Okay. So the education background, as we said, should always be in the reverse chronological order. അപ്പം ലാസ്റ്റ് ചെയ്തത് ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് എപ്പോഴും ആദ്യം എഴുതേണ്ടത്. തൊട്ട് പുറകിൽ അതായത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അതിന് മുമ്പ് ചെയ്തത്, പിന്നെ അതിന് മുമ്പ് ചെയ്തത്, അങ്ങനെയാണ് എഴുതി പോകേണ്ടത്. ഓക്കെ. സോ ദാറ്റ് ഇസ് ഹൗ യു ഷുഡ് റൈറ്റ് ദി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. So post graduation, if you've done post graduation, will come first, in undergraduation, in a higher secondary education, and that way. So just note this down, note these template, and then I will show you how to write each one. Okay. The next, I mean, it's not the next, the education qualification that I have written down an example of how you can write your qualification. So if you have done a post graduation, you can write Master of Arts, Master of Science, or Master of Commerce, whatever it is. You should, in bracket, you should always put the main subject of your course. Okay. അപ്പം കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സ് എഴുതാം, അല്ലെങ്കിൽ പിന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എഴുതാം, ബയോളജി ആണെങ്കിൽ ബയോളജി എന്ന് എഴുതുക. വാട്ട് എവർ ഇറ്റ് ഇസ് യു കെൻ റൈറ്റ് ദാറ്റ് വേ. പിന്നെ യൂണിവേഴ്സിറ്റി എഴുതുക, അഫിലിയേറ്റഡ് ടു ഇന്ന യൂണിവേഴ്സിറ്റി എന്ന് എഴുതുക, കോളേജ് എഴുതുക, ലൊക്കേഷൻ എഴുതുക. പിന്നെ സ്കോർ ഓപ്ഷണലാണ്, യു നീഡ് നോട്ട് റൈറ്റ് ഓൾസോ, യു കെൻ ലീവ് ദാറ്റ്. പിന്നെ പാസ് ഔട്ട് ഇയർ എഴുതാം, അല്ലെങ്കിൽ ഫ്രം ടു ഇതേപോലെ വേണമെങ്കിൽ ഇട്ടിട്ട് എഴുതാം. സോ ഓൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഹു ആർ ഇൻ ദിസ് ക്ലാസ് കെൻ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. Next, for those students who have done your graduation, you can write Bachelor of Science അല്ലെങ്കിൽ Bachelor of Arts എന്നോ എന്താണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ബ്രാക്കറ്റിൽ ഇടുക. അഫിലിയേറ്റഡ് ടു ഏത് യൂണിവേഴ്സിറ്റി ആണ് എഴുതുക, കോളേജ് എഴുതുക, ലൊക്കേഷൻ എഴുതുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഡ്യൂറേഷൻ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ഇയർ മാത്രം എഴുതാം. സോ ഓൾ ദ ഗ്രാജുവേറ്റ്സ് കെൻ നോട്ട് ദിസ് ഡൗൺ.
Next, for those people who have done your higher secondary education, അതായത് 12th standard ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. So this will be your higher secondary education എന്നാണ് പറയേണ്ടത്. Please don't say +2. Okay, +2 എന്ന് പറയുന്നത് തെറ്റാണ്. So write higher secondary education. ബ്രാക്കറ്റിൽ ഏതായിരുന്നു നിങ്ങളുടെ സ്ട്രീം? Commerce, humanities ആണോ, സയൻസ് ആണോ? You can write that in your bracket. Okay. Again, the board of education, and next line the school that you studied with location. Pass out your side mention here. So all of you, please look into your certificates. If you have any confusion, write down the correct details. Okay. Okay. Now, for those people who have confusions with how to mention a discontinued course, this you can understand is, whenever a course is discontinued, അല്ലെങ്കിൽ completed അല്ല, ചിലപ്പോൾ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 3 വർഷത്തെ കോഴ്സ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എക്സാംസ് ചില പേപ്പർ ഫെയിൽ ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഡിഗ്രിയിൽ ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻസ്റ്റെഡ് വി ഹാവ് ടു സേ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്. ഓക്കെ, ഗ്രാജുവേഷൻ ആണെന്നെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ ബാച്ചിലറോ മാസ്റ്ററോ ആയിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
So now the fact that you have written undergraduate course എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. And if you have discontinued after second year, you must write that you have discontinued after second year. Okay. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്ത് കോളേജിലെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ. Now, if you have discontinued or suppose discontinued, ഇതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്തോട്ടോ. അപ്പൊ ഡേറ്റ്സ് എഴുതുമ്പോൾ എന്ന് തൊട്ട് ഇന്ന് വരെ പഠിച്ചു എന്നുള്ളതാണ് എഴുതേണ്ടത്. പാസ് ഔട്ട് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളവർ ഇതൊന്ന് നോട്ട് ചെയ്യേ. And then I will tell you when you have papers to clear, അതെങ്ങനെ എഴുതാം. ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എങ്ങനെ മെൻഷൻ ചെയ്യും? കോഴ്സ് ഇൻ പ്രോഗ്രസ്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ കോഴ്സ് ഇൻ പ്രോഗ്രസ് ആണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ മെൻഷൻ ചെയ്യും? അഗൈൻ യു ഹാവ് ടു റൈറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ പേര് മാത്രം എഴുതുക, എന്തിലാണ് എന്നുള്ളത് എഴുതുക. പെർസ്യൂയിങ് സെക്കൻഡ് ഇയർ ആണെങ്കിൽ പെർസ്യൂയിങ് സെക്കൻഡ് ഇയർ എഴുതുക, പെർസ്യൂയിങ് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ, പെർസ്യൂയിങ് സെക്കൻഡ് സെമിസ്റ്റർ. ഓക്കെ, മേ ബി യു ക്യാൻ റൈറ്റ് ദാറ്റ്. ഓക്കെ, യു റൈറ്റ് അഫിലിയേറ്റഡ് ടു വിച്ച് യൂണിവേഴ്സിറ്റി ആൻഡ് ദ കോളേജ്. ഓക്കെ. ഡ്യൂറേഷൻ എഴുതുന്ന സമയത്ത് സ്റ്റാർട്ട് ഡ്യൂറേഷൻ എഴുതുക വിത്ത് മന്ത് ആൻഡ് ഇയർ. ഡേറ്റ് ഡേ നമ്മൾ എഴുതാറില്ലേ സാധാരണ, എപ്പോഴും മന്ത് ഇയർ. ഓക്കെ. പിന്നെ ഹൈഫൻ ഇട്ടിട്ട് ഓൺ ഗോയിങ് എന്ന് മാത്രം നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ നോട്ട് ദിസ് ഡൗൺ. Now here I have given a couple of other situations which you might have encountered, like discontinued after 7th semester. That if it is that way, you can write it in that pattern. Course completed, exam to be cleared. Okay, അങ്ങനത്തെ situations വരാറുണ്ട്. അപ്പോൾ maybe your 3-year course is completed,
but there is one exam still to be cleared. Okay. അല്ലെങ്കിൽ ചിലപ്പം കോഴ്സ് കംപ്ലീറ്റഡ് ഫ്യൂ എക്സാംസ് ടു ബി ക്ലിയർഡ് ആയിരിക്കാം. അപ്പം അങ്ങനെ മെൻഷൻ ചെയ്യുക, ഫ്യൂ എക്സാംസ് ടു ബി ക്ലിയർഡ്. ഓക്കെ. വാട്ട് എവർ ഇസ് ദ സിറ്റുവേഷൻ, വാട്ട് എവർ ഇസ് ദ പ്രസന്റ് സ്റ്റേറ്റസ്, അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യണം. കോഴ്സ് പ്രോപ്പർലി കംപ്ലീറ്റഡ് അല്ല എങ്കിൽ, അതർവൈസ് യു ആർ നോട്ട് എലിജിബിൾ ടു റൈറ്റ് ദിസ് ഇൻ യുവർ റെസ്യൂമെ അറ്റ് ഓൾ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ടും സ്പെസിഫിക് ആയിട്ടും ജെന്യുവിൻ ആയിട്ടും എഴുതണം. ബിക്കോസ് റോങ് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഡിസ്ക്വാളിഫൈ യു. ഓക്കെ. സോ വെൻ യു ഗിവ് ദ ഡീറ്റെയിൽസ് യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ.
Next, we're going to write the certifications in the heading. Okay, now one thing that you have to understand here is whenever we mention certifications heading, uh, that is education qualifications അവിടെ നമ്മൾക്ക് മെയിൻ സ്ട്രീം ആയിട്ടുള്ള നമ്മളുടെ കോഴ്സസ് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻസിനെ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇനി അതല്ല നമുക്ക് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ മെൻഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, now the logic behind this that you should use is that suppose you have not done a graduation, ഇപ്പൊ ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാം ഒരു കോളത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഹെഡ്, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഹെഡിന്റെ അടിയിൽ തന്നെ മെൻഷൻ ചെയ്താൽ മതി. ബിക്കോസ് അതർവൈസ് യു വുഡ് നോട്ട് ഹാവ് എനിത്തിങ് ടു മെൻഷൻ. ഓക്കെ, അപ്പം നമ്മളുടെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ല. ഓക്കെ, സോ യു വുഡ് റൈറ്റ് ഡിപ്ലോമ ഇൻ ജീറിയാട്രിക് കെയർ എന്നുള്ള നിങ്ങളുടെ കോഴ്സിന്റെ ഹെഡിങ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹിയർ യു വിൽ മെൻഷൻ instead of hospital administration, you can write diploma in geriatric care. Okay. Okay, then if it is TUE SUD certified ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. Sorry, and you write International School of Skill Development എന്നുള്ളത് അതും മെൻഷൻ ചെയ്യാം. Okay, so that much you should mention here. Is it clear? പിന്നെ വന്നിട്ട് ഫ്രം ജാൻ ടു ജൂലൈ അല്ലെങ്കിൽ whenever is the duration of your course that you mention. പിന്നെ apart from this, if at all you have done any PG diplomas or tally accounting softwares or any other smaller courses that you have done, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ മെൻഷൻ ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അടിയിൽ മെൻഷൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ you can mention it that way also. Okay. So you can just note that down. No?
Okay. The next details that you have to mention here is നമ്മുടെ പ്രോജക്ട്സ്, നമ്മുടെ ഇന്റേൺഷിപ്സ്, നമ്മുടെ ട്രെയിനിങ്സ് എല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ വെനെവർ യു മെൻഷൻ if at all you do not have work experience, this is important. Okay. Work experience ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്സും പ്രോജക്ട്സും ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. If you do not have work experience, because this is the only probably out of school college experience that you would have, therefore you can always mention this. Projects mention ചെയ്യുമ്പം അതിന്റെ ഡീറ്റെയിൽസ് ബ്രീഫ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കോഴ്സിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽ അവിടെ മെൻഷൻ ചെയ്യണം. എവിടെയാ ചെയ്തത്, എപ്പോഴാ ചെയ്തത്, what did you do that on, what was the topic, all that should be given. If you've done trainings or internships, or you can mention if it was done in any particular area or department. So all this has to be mentioned in case you do not have work experience. Okay. അപ്പം ഇതെങ്ങനെയാ എഴുതുന്ന എക്സാമ്പിൾ I have given here. So here it is like, for example, if at all you've done an internship, you can say internship in accounting at the company, okay, Test Technologies, Kozhikode, with the location and from when to when you did. Okay. അതുപോലെ തന്നെ കോമേഴ്സ് ഇപ്പൊ നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ചെയ്ത പ്രോജക്റ്റ് ആണ്. ഇപ്പൊ BA പ്രോജക്റ്റ് എന്നോ അല്ലെങ്കിൽ BSc പ്രോജക്റ്റ് എന്നോ എഴുതുക. എന്നിട്ട് നെയിം ഓഫ് ദ പ്രോജക്റ്റ് കൊടുക്കുക. സോ ഇറ്റ് സപ്പോസ് ഫിനാൻഷ്യൽ അനാലിസിസ് ആയിരുന്നെങ്കിൽ ഓഫ് വിച്ച് കമ്പനി ആൻഡ് ദി വാട്ട് എവർ ഇസ് ദ നെയിം. സപ്പോസ് യു ഡൺ കസ്റ്റമർ സർവീസ് സ്റ്റഡി അബൌട്ട് ഒരു ഏതെങ്കിലും ഒരു particular organization. Maybe that you can write, അല്ലെങ്കിൽ if suppose you are doing a product, if you have done a product in the sales അല്ലെങ്കിൽ marketing project ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ you can mention the product and for which company you did, etc, etc. Okay. ഇതൊന്നും കൂടാണ്ട് വേറെ എന്തെങ്കിലും സബ്സിഡിയറി ആയിട്ട് നിങ്ങൾ സർവേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ കളക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റിന്റെ ഭാഗമാവേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ you can mention all that here. Okay. Please ensure you have certificates or some kind of proof to provide if at all they ask you for any of these. Okay. അതേപോലെ തന്നെ പ്രോജക്ട്സിനെ പറ്റിയിട്ട് എഴുതുമ്പം അവർ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് പ്ലീസ് ഡു ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് യു ആർ റൈറ്റിംഗ് ആൻഡ് വാട്ട് യു ഹാവ് ഡൺ ഡ്യൂറിംഗ് ദ പ്രോജക്ട് ആൻഡ് ഇന്റേൺഷിപ്പ്. Okay, so please note this down. Exactly same copy ചെയ്യല്ല വേണ്ടത്. I would suggest you people write down your details. Okay, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ബുക്കിൽ എഴുതേണ്ടത്. Okay.
After writing education qualification, the next thing that we should write is in the smaller section of the resume. Suppose if your resume is divided into, say, vertically two sections, smaller section in the sense that content കുറവായിരിക്കും അതില്, you can add on more details there. Okay, so you're in the smaller sections of the resume, you can write down details like skills, language, computer knowledge, interests. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ അവിടെ ഓൾറെഡി പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ട്. ആ സൈഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ എഴുതാം. സ്കിൽസിന്റെ അടിയിൽ നമ്മൾ എഴുതാൻ പോകുന്നത്, സ്ട്രെങ്സിന്റെ അടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എഴുതിയ 3 സ്ട്രെങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതിനും കൂടുതൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പക്ഷെ ഡെഫിനറ്റ്ലി മെൻഷൻ ദാറ്റ് ഫസ്റ്റ്. ഓക്കെ, പിന്നെ ലാംഗ്വേജസ് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും whatever languages you can mention, please mention English first. English mention ചെയ്യാം ആദ്യം, പിന്നെ വന്നിട്ട് മദർ ടങ് യു ക്യാൻ മെൻഷൻ, ദാറ്റ് ഇസ് ഇഫ് ഇറ്റ്സ് മലയാളം എന്ന് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഡെഫിനറ്റ്ലി എഴുതാണ്ടിരിക്കരുത്. പിന്നെ ഇഫ് യു നോ തമിഴ്, കന്നഡ, അറബിക്, വാട്ട് എവർ ലാംഗ്വേജ് യു നോ, കുറച്ചാണെന്നുണ്ടെങ്കിലും ചിലപ്പം മനസ്സിലാവുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് എഴുതുക. അപ്പൊ ഓർഡർ ഓഫ് പ്രൊഫഷൻസിയുടെ ഇതിൽ ആദ്യം തൊട്ട് താഴ്ത്ത് വരെ അങ്ങനെ ഓർഡറിൽ എഴുതാം. റീഡ്, റൈറ്റ്, സ്പീക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നില്ല. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് ഡീറ്റെയിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല. പിന്നെ വന്നിട്ട് നമ്മൾ എഴുതേണ്ടത് കമ്പ്യൂട്ടർ നോളജ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ നോളജ് എഴുതുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ഹെഡിങ് കൊടുക്കാം. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ വാട്ട് ഓൾ യു ഹാവ് ലേൺ, കോഴ്സിനെ ഫോക്കസിന് കൊടുക്കുന്നതിന് കൂടുതലായിട്ട് what areas do you know എന്നുള്ളത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം how accustomed are you to the computers, are you able to work with computers, do you have a basic typing knowledge, do you have a basic operating knowledge on systems എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക അവിടെ. അപ്പൊ MS Office അറിയാന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. If you want to pick and specifically write MS Word, Excel, PowerPoint, etc., you can mention. ഏതെങ്കിലും പർട്ടിക്കുലർ സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഹാർഡ്വെയർ നോളജ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ്. ഓക്കെ, so anything that is related to computers, please mention separately with a separate head. Okay. Then lastly, you can mention എന്താ പറയാ, നമ്മളുടെ ഇൻട്രസ്റ്റ് you can mention. ലാസ്റ്റ് ഇൻട്രസ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോബീസ് ആവാം, നിങ്ങളുടെ പെർട്ടിക്കുലർ എന്തെങ്കിലും പാസ് ടൈംസ് ആവാം, നിങ്ങൾ സ്പോർട്സ് ആവാം, ആർട്സ് ആവാം, ഡ്രോയിങ്, പെയിന്റിങ്, സിംഗിങ്, any games that you like to do, if you like listening to music, maybe that, reading, etc. Whatever you're good at, you can mention. Okay, when you mention, please make sure that you are good at it, അല്ലെങ്കിൽ you know about it. If at all they ask you some question regarding it, you should be able to answer. വെറുതെ എന്തെങ്കിലും എഴുതി വെക്കരുത്. Okay, so details please fill in now with these separate heads. Okay, skills, languages, computer knowledge, and interests.
The next item that you have to write on your resume could be other activities അല്ലെങ്കിൽ achievements ഹെഡിങ് കൊടുക്കാം. Rewards and recognitions എന്ന് പറയാം. എന്താ പറയാ, awards എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ആർ പ്ലാനിങ് ടു റൈറ്റ് അണ്ടർ ദാറ്റ്. ഓക്കെ, ചിലപ്പം അവാർഡ്സും റെക്കഗ്നിഷൻസ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന അതർ ദാൻ അക്കാഡമിക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ചിലപ്പം വർക്ക്ഷോപ്സ് ആവാം, കോ കരിക്കുലർ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനായിരിക്കാം. ചിലപ്പം ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുമ്പം all that you can club together and mention under this heading. Okay, heading നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾ കൊടുത്തോ, no problem. Okay, that will come towards the end. Now what all can you mention under this എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. So you can write your academic ആയിട്ടുള്ള അല്ലെ, സ്കൂൾ കോളേജ് all that കിട്ടിയിരിക്കുന്ന അവാർഡ്സ് സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. വളരെ മൈനർ ആൻഡ് ഇറെലവെന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്യാൻ നിൽക്കരുത്. ഡിഗ്രിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് കോളേജിൽ നിന്ന് പാസ്സായപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ് അതല്ല എഴുതേണ്ടത് കേട്ടോ. സർട്ടിഫിക്കറ്റ് അല്ല എഴുതേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റെക്കഗ്നിഷൻ ഇസ് വാട്ട് യു ഷുഡ് മെൻഷൻ. സോ യു ക്യാൻ മെൻഷൻ ദാറ്റ്. മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സെമിനാർസോ വർക്ക്ഷോപ്സോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഏതെങ്കിലും പബ്ലിക്കേഷൻസോ പ്രസന്റേഷൻസോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ്. യു ക്യാൻ മെൻഷൻ സം കോ കരിക്കുലർ അച്ചീവ്മെന്റ്സ് if at all you have had, like singing, dancing, അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇൻസ്ട്രുമെന്റ്സ്, തിയേറ്റർ, whatever you have been good at. സ്പോർട്സിൽ നിങ്ങൾ ഗുഡ് ആണെങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ്. If you've got prizes and you've got won tournaments, played games, you've gone to state level, interstate level, district level, ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോഷ്യൽ വർക്ക് ക്യാമ്പ്സ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. യു ക്യാൻ സേ മെമ്പർ ഓഫ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയാം, മെമ്പർ ഓഫ് നാഷണൽ കാറ്റ് കോപ്പ് പറയാം, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ മെമ്പർ ആയിരുന്നെങ്കിൽ. ഇഫ് യു ഗോട്ട് എനി, ഇഫ് യു ഹെൽഡ് എനി ടൈറ്റിൽസ് ഡ്യൂറിങ് ദീസ് ഈ ഗ്രൂപ്പ്സിലൊക്കെ then you can mention that also. പ്രൊഫഷണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, എനി അതർ പ്രൊഫഷണൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ എന്താ പറയുക ക്രെഡിറ്റ്സ്, ജോലി സ്ഥലത്ത് കിട്ടിയിരിക്കുന്ന അവാർഡ്സ്, മേ ബി all that you can mention here. Okay, so you can just note this down and നിങ്ങൾക്ക് ഇതിൽ ഉള്ള ഡീറ്റെയിൽസ് ആദ്യം ഇത് ഇങ്ങനെ തന്നെ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് ഒത്തിരി ലെങ്തി ആക്കാണ്ട് മെൻഷൻ ചെയ്യുക കേട്ടോ.
Lastly, when we write the resume, we can mention declaration. Declaration mention ചെയ്യാവുന്നതാണ്. Declaration mention ചെയ്യുന്നത് it's like a formal statement where you say that I hereby declare that the above mentioned information is true to the best of my knowledge. Okay. അപ്പം ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാം ഇതിന്റെ താഴെ റെസ്യൂമിൽ ഏറ്റവും ബോട്ടമിലായിട്ട്. പിന്നെ ഡേറ്റ് നമ്മൾ ഇടണമെന്നില്ല ബിക്കോസ് നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് ബ്ലാങ്ക് ഇട്ടാൽ മതി. അതേപോലെ തന്നെ പ്ലേസ് ലൊക്കേഷൻ മെൻഷൻ ചെയ്യാം, നിങ്ങളുടെ ലൊക്കേഷൻ മെൻഷൻ ചെയ്യാം. And you can put to your name also onto the right side and sign ഇടണമെന്നില്ല. Okay, you can take off the sign. അപ്പൊ ഡേറ്റും സൈനും ഉള്ള സ്പേസ് വിട്ടാൽ മതി. And you can സൈനും നമുക്ക് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. Okay, so you can note this down.
Lastly, we have a summary of all the points that we discussed in resume. Resume നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സിന്റെയും സമ്മറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹാൻഡിൽ ചെയ്ത ഡിഫറെന്റ് ഹെഡിങ്സ് ആണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ this is like a checklist for you. Please write this down in your book. ആൻഡ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും മിസ് ഔട്ട് ആയി പോവാണ്ട് നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, so first write this down and I'll tell you as to how to finalize your resume, which you will have to do. അപ്പോൾ ഇതിലത്തെ ഒരു പോയിന്റ് മിസ് ഔട്ട് ആവാണ്ട് നിങ്ങൾ റെസ്യൂമെ കൗണ്ടർ ചെക്ക് ചെയ്യുക എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒന്നും മിസ്സായി പോയിട്ടില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് ഇല്ലാത്തതാണ് ഓർ യു ഡോണ്ട് പൊസസ്, then you can switch and skip it, there's no problem. കേട്ടോ, അപ്പൊ ഇതൊന്ന് ഈ 18 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തെടുക്കേ.
Okay, so with that we come to the end of resume writing section. നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടെംപ്ലേറ്റ്സ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാൻവയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്യൂമെ ബിൽഡിംഗ് ആപ്സ് വഴി അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് ഇൻ വേർഡ് യു ക്യാൻ ഡു ദാറ്റ് വേ. എനിവേസ് ഇറ്റ് ഷുഡ് ബി ഡൺ ടൈപ്ഡ് ഔട്ട്. ഓക്കെ, ഹാൻഡ് റിട്ടൺ മാത്രമാവാൻ പാടില്ല. So it should be typed out neatly in that template and please bring it to the doubt clearance class, okay, so that I can get it corrected for you. Resume writing is compulsory. നമ്മളിപ്പോൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് എക്സാക്ട്ലി എങ്ങനെയാണോ നമ്മൾ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ പ്ലീസ് ടൈപ്പ് ഔട്ട് യുവർ റെസ്യൂമെ. ഓക്കെ, so I hope you will be clarifying your doubts during the doubt clearance sessions this time. So please bring your resumes also with us. So with that we stop for today. Resume writing the session കഴിഞ്ഞു. ഇനി ബാക്കി doubts you can ask and then we will continue with another topic in the next class. Yeah, thank you.